മനുഷ്യനുണ്ടായ കാലം മുതൽക്കേ ഒരു തരത്തിലോ മറ്റൊരു തരത്തിലോ സഹജീവികളുമായി ആശയവിനിമയം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ആംഗ്യഭാഷകളിൽ നിന്ന് അക്ഷരങ്ങളിലേക്കും എഴുത്തിലേക്കും പരിണമിച്ച ആശയവിനിമയ രീതികൾ മനുഷ്യൻ വിവിധ തരങ്ങളിൽ ഉപയോഗിച്ചു വന്നു. വിവരങ്ങൾ ആരാദ്യം എത്തിക്കുന്നു എന്ന കിടമത്സരം അന്നേ അവർക്കിടയിൽ നിലനിന്നിരുന്നു. പ്രാവുകൾ സന്ദേശവാഹകരായിരുന്ന കാലത്തുനിന്ന് തപാൽ സന്ദേശങ്ങളിലൂടെയും ഫോൺ വിളികളിലൂടെയും ഇമെയിലുകളിലൂടെയും സഞ്ചരിച്ച് ഇന്നു നാം എത്തി നിൽക്കുന്നത് ലോകം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കാലഘട്ടത്തിലാണ്. എന്നാൽ വിവരസാങ്കേതിക വിദ്യ മനുഷ്യജീവിതത്തിൽ കടന്നുകയറ്റം തുടങ്ങിയിട്ടില്ലാത്ത സമീപ ഭൂതകാലത്തെ കഥകൾ നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. അത്തരമൊരു കഥയാണ് പഴമയുടെ ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമചന്തകൾക്ക് പറയാനുള്ളത്. ഈ ഗ്രാമചന്തകളെന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുടെ ഒരു പ്രധാന ഘടകമായിരുന്നു ഒരു കാലത്ത്. നമുക്ക് ഇന്നാളിൽ ടി വിയും പിന്നെ റേഡിയോ, ടി വി, അതുപോലെ മോട്ടോർ കാറുകൾ, വിമാനം ഇതൊക്കെ ഉള്ളത്. ഒരു കാലത്ത് ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആളുകൾ നടന്നാണ് ഒരു സ്ഥലത്തുനിന്ന് വേറൊരിടത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കാളവണ്ടികളിലാണ്. കാളവണ്ടികൾ തന്നെ നല്ല റോഡുള്ള സ്ഥലത്തല്ലേ കാളവണ്ടികൾ പോകുള്ളൂ. അപ്പോൾ കാളവണ്ടി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആളുകൾ നടന്നാണ് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, പ്രോഡക്ട്സ് ഒരുപാടുണ്ടല്ലോ. ആ ഉൽപ്പന്നങ്ങളെല്ലാം എത്തിച്ചത് തലച്ചുമടായിട്ടാണ് ആളുകൾ എത്തിച്ചുകൊണ്ടിരുന്നത്. തലച്ചുമടെന്ന് പറയുന്നത് എത്തുന്നതിന് പ്രത്യേക സെൻറ്ററുകളുണ്ടായിരുന്നു. ആ സെൻറ്ററുകളെയാണ് ചന്തകളെന്ന് പറഞ്ഞിരുന്നത്. മനുഷ്യന്റെ സംസ്കാരവും ജീവിത രീതികളും ശക്തമായ മാറ്റങ്ങൾക്ക് വിധേയമായപ്പോഴാണ് ഇവ ഓർമ്മകളായി മാറാൻ തുടങ്ങിയത്. ഇന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നു. വാർത്താവിനിമയത്തിന്റെ നൂതന സാധ്യതകൾ ഓരോ ദിവസവും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു നാടിന്റെയും നാട്ടുകാരുടെയും വളർച്ചയ്ക്കും തളർച്ചയ്ക്കും സാക്ഷിയായ, അവരുടെ സന്തോഷങ്ങൾക്കും സന്താപങ്ങൾക്കും വേദിയാവുകയും ചെയ്ത, ജീവിക്കാൻ വക നൽകിയ ഗ്രാമചന്തകൾ ഇന്നലെയുടെ തിരുശേഷിപ്പുകളാണ്. കൊറോണ വന്നതിന് ശേഷം ചന്ത ഇങ്ങനെ തന്നെ ആളില്ല. നേരത്തെ മലക്കറികൾ, കൊലകൾ എല്ലാം ഉണ്ടായിരുന്നു. ആൾക്കാരും വന്നും പോയൊക്കെ ശരിക്കും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ചന്ത ഇങ്ങനെ തന്നെ. 4 വർഷം കൊണ്ട് 4 വർഷമായി. ഓ 4 വർഷമായി. കൊറോണ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കച്ചവട പാരമ്പര്യമാണ് കാലിച്ചന്തകൾക്ക് അവകാശപ്പെടാനുള്ളത്. കന്നുകാലി കർഷകർ അവരുടെ ആടുമാടുകളെ വാങ്ങാനും വിൽക്കാനും ഇത്തരം ചന്തകളെ ആശ്രയിക്കുന്നു. നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കന്നുകാലി ചന്തകൾക്കുണ്ടായിരുന്ന പ്രസക്തി ഇന്ന് മങ്ങി മറഞ്ഞിരിക്കുകയാണ്. ആറാലുമൂട് കാലിച്ചന്ത ഇന്ന് ആഴ്ചയിൽ 2 ദിവസങ്ങളിലായി വ്യാപാരം നടത്തുന്നുണ്ട്. എന്നാൽ പുലർച്ചെ 5 മണിക്ക് ആരംഭിക്കുന്ന കച്ചവടം 8 മണിയോടെ അവസാനിക്കും. മഹാമാരിക്ക് ശേഷം കൂപ്പുകുത്തിയ കച്ചവടം മെച്ചപ്പെടുത്താൻ സർക്കാർ സഹായങ്ങളൊന്നും ലഭിച്ചില്ല എന്നാണ് ഇടനിലക്കാരും വ്യാപാരികളും പരാതിപ്പെടുന്നത്. 2017 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കന്നുകാലി വിൽപ്പനയ്ക്ക് മേൽ കൊണ്ടുവന്ന നിരോധനവും വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. നെയ്യാറ്റിൻകര താലൂക്കിനകത്ത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കാലവർഷങ്ങളോളം പഴക്കമുള്ള ചന്തയാണ് കന്നുകാലി ചന്ത. നേരത്തെ ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും മാടുമരും ആളുകളും വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചന്ത അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു കടക്കാശ് അത് ഇതെല്ലാം പറഞ്ഞ്
നാട്ടുകാർ പിഴിഞ്ഞ് ഒരു 5 ഏക്കറോളം വരും ഈ ചന്ത. അത് പോയിട്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ആരും വരവില്ല. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ 1-2 പേര് വരും. കല്ലറയിൽ നിന്ന് ഒരാൾ വരും, പോത്ത് മാത്രം വാങ്ങിക്കും, അങ്ങ് പോകും. പിന്നെ പശുക്കളൊക്കെ വാങ്ങിക്കുന്നത് ഇടക്കാലങ്ങളിലുള്ള ഈ ചുറ്റളവിൽ അറുപ്പുകാരാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് മാട് വന്നുകൊണ്ടിരുന്ന് ഒരു 40 കൊല്ലത്തിന് മുമ്പ് പാണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. നിങ്ങൾ കാണുന്ന ഈ വലതുവശത്ത് 1 കോടി രൂപ മുടക്കിക്കൊണ്ട് കിഫ്ബിയുടെ ഫണ്ടിൽ MLA സഹായത്തോടു കൂടി ഈ കെട്ടിടം നവീകരിച്ച് സ്റ്റാളാക്കി നല്ല ഷട്ടറുള്ള സ്റ്റാളാക്കി മാറ്റുക മാത്രമില്ല, നിലവിലുള്ള സാഹചര്യത്തിൽ ഫ്രീസർ അടക്കം വേണം. അതടക്കം കൊടുത്തുകൊണ്ടുള്ള പുതിയ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാവർത്തികമാക്കാം, വരട്ടെ. വിവിധ സഹായത്തിൽ ചെയ്യാൻ പറ്റും, നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നത്. മറ്റൊന്ന് ഇതിൻ്റെ വലതുവശത്ത് അത് അവിടെ കാണുന്ന ആ ഭൂമി നമ്മളവിടെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, 9 കോടി രൂപ. അത് ലൈവാണ്, എന്ത് ലഭിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. അത് കിട്ടുകയാണെങ്കിൽ ആ ഇൻഡോർ സ്റ്റേഡിയം അവിടെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം കൂടെ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് നിങ്ങൾ ഉദ്ദേശിച്ച ആ നിലവാരത്തിലേക്ക് മാറ്റാൻ ശ്രമകരമായ പണി നടന്നുകൊണ്ടിരിക്കും. ചരിത്രത്തിന്റെ ഗതകാല സ്മരണകളുടെ ഈ അവിഭാജ്യ ഘടകങ്ങൾ വിസ്മൃതിയിലാണ്ട് പോകാതെ കൊണ്ടു നടക്കേണ്ടത് ഇനി നമ്മളാണ്. ആധുനികതയ്ക്കും മാറുന്ന മനുഷ്യനുമൊപ്പം ആ ഓർമ്മകളും സഞ്ചരിക്കട്ടെ.